ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലംമാറ്റം റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KT ഉത്തരവിനെതിരെ സർക്കാരും ചില അധ്യാപകരും നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം നേരത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു. ഈ KETയുടെ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും റദ്ദാക്കിയിരിക്കുന്നത്. ട്രൈബ്യൂണൽ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാരും അതോടൊപ്പം തന്നെ ചില അധ്യാപകരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചട്ടവിരുദ്ധമായിട്ടാണ് KET ഉത്തരവിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് KETയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ സ്കൂളിൽ നിന്ന് വിടുതൽ തേടിയ അധ്യാപകർക്ക് പുതിയ സ്ഥലത്ത് ഹാജരാകാനാകാത്ത ഒരു സാഹചര്യം ഈ ട്രിബ്യൂണൽ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഇക്കാര്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. 24 അധ്യാപകരായിരുന്നു ആദ്യഘട്ടത്തിൽ ട്രിബ്യൂണലിനെ സമീപിച്ചത്. പക്ഷേ പിന്നീട് 9 പേർ മാത്രമാണ് ഈ താൽക്കാലിക പട്ടിക, ഈ സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള താൽക്കാലിക പട്ടികയിൽ എതിർപ്പ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹയർ സെക്കൻഡറി സ്ഥലമാറ്റം സംബന്ധിച്ച് KET ഇറക്കിയ ഉത്തരവ് അത് സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ള നിലപാടും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. എന്തായാലും നിലവിൽ ഈ സർക്കാരിന്റെ അടക്കം വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് KETയുടെ ഉത്തരവ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖും ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. സുരേഷ്.